Hallelujah. Thank you, Lord. Hallelujah. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ആരാധനയ്ക്ക് യോഗ്യനേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവേ, നന്ദിയോടെ 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 അങ്ങേ വാഴ്ത്തുകയാണ്. ഓ ഓ ആദിപിതാക്കന്മാരാൽ സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ വിശുദ്ധ പകലിൽ ഓ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമൊരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തി, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്കും ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ ദൈവം ആമേൻ ഞാൻ നിങ്ങളുമായിരുന്നെടുത്ത് ആമേൻ സകല ഭയങ്ങളിൽ നിന്ന് ആമേൻ നമ്മെ വിടുവിച്ചെങ്കിൽ ഇന്ന് പകൽ ആമേൻ ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്വർഗത്തിലെ വലിയനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ സന്തോഷമായി കാണുന്നവർ ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഹല്ലേലൂയ പാടി ആരാധിക്കാൻ കൃപ ലഭിച്ചവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം എന്ന് പകൽ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് നന്ദിയോടെ കരങ്ങളെ തട്ടി ഓ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Oh, hallelujah. Hallelujah. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ആമേൻ രക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഈ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ കർത്താവിനെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സകല മഹത്വത്തിന് സകല പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ ഈ പകൽ ആരാധിപ്പാൻ അവൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മായിരിക്കുന്നിടത്ത് നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന അത്ഭുതകരമായ അതിശയകരമായ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നമ്മെ എഴുന്നേൽപ്പിച്ച് നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ആരോഗ്യം നൽകുന്ന, നമുക്ക് ബലം നൽകുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധ്യൻ Tejaseno
വാസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വാസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ ദൈവത്തെ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൽ പാദത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പതിവിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ കർത്താവെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് പകൽ അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവെ, ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ അങ്ങേ ആരാധിപ്പാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ചാട്ട് ഇന്ന് പകൽ ഈ കൂട്ടായ്മയോട്, ഈ ലൈവിലൂടെ കർത്താവെ കടന്നു വരുന്ന ഈ ലൈവിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരായിരിക്കുന്ന ഭവനങ്ങളിൽ, അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ഞങ്ങളോട് കൂടെ ആരാധിക്കുവാൻ കർത്താവെ ലൈവിലൂടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാടുവാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ, ദൈവശക്തി ഉയരത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഓ ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാട്ട്. ഓ സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വിശേഷ കർത്താവെ, അങ്ങയുടെ ദാസൻ കർത്താവെ ആമേൻ തോമസംഗനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ആരാധിപ്പാൻ അങ്ങയുടെ ദാസനെ അങ്ങ് സഹായിക്കുന്നല്ലോ. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ചെലുത്തുകയാ. ഇന്ന് പകൽ ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി, അതിന്റെ ആഴങ്ങൾ ഇന്ന് പകൽ സ്വർഗ്ഗം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ആമേൻ പുതിയ ബലത്തോടെ, ഓ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഓ വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരാധനയ്ക്കെതിരെ ഓ ശാരീരികമായി, മാനസികമായി ഓ ഞങ്ങളെ തളർത്തുന്ന എല്ലാ പോരുകളിൽ, എല്ലാ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ സ്വർഗ്ഗത്തിൽ ഭൂമി അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് ജനമെടുക്കുകയാണ്. പാടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞികൾ ദൈവത്തെ പാടി സാരി കടക്കുമെന്നുള്ള തിരുവനന്തപുരപ്രകാരം ഏതുപോലെ ശാസ്ത്രം ഉയർത്തിയ മാറ്റുകൾ സാരി കടക്കുവാൻ വിടുന്ന ഉയരത്തിൽ അഭിഷേകമുണ്ട്. ഓ അവിടെ നിറയ്ക്കുമാറാകണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ ദൈവം കൂടെ ഇരിക്കണം. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവെ, ആരും നിരാശപ്പെടുവാനിടയാകരുത്. എല്ലാവരും സമാധാനത്തോടെ, സന്തോഷത്തോടായിരിക്കാനിടയാക്കിയാട്ട്, നല്ല വചനങ്ങൾ നൽകിയാട്ട്, നല്ല ആരാധന നൽകിയാട്ട് മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ചേർന്ന് ആമേൻ നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന്റെ മഹത്വം ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥേ യേശുവിനെ ആരാധിക്കുന്നു. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നു. ഓ ആരാധിക്കുന്നു, ആത്മനാഥ
ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സകല മഹത്വത്തിനും സകല വീഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ ആമേൻ. നമുക്ക് ആമേൻ ഒരു പാട്ടും കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദയലേബിച്ചോർനാം സ്തുതിച്ചിടുവോ അതിലോ
നമ്മെ ജയോത്സവമായി നടത്തുക. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി നമുക്ക് ആരോഗ്യം നൽകിയ, നമുക്ക് ബലം നൽകിയ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ പാടി ഹല്ലേലൂയ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാൻ, ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ, നമ്മെ സഹായിക്കുക, നമ്മെ ബലപ്പെടുത്തുക. നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരിലും ആരാധ്യൻ നീ, രാജാധി രാജാവും നീ, പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നിൻ സ്തുതികൾ, പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്, എൻ ബലവും എൻ കോട്ടയും
പാടി പുകഴ്ത്തിടും ഞാൻ. എല്ലാ നാളും നിൻ സ്തുതികൾ പാടി പുകഴ്ത്തിടും ഞാൻ. എല്ലാ നാളും നിൻ സ്തുതികൾ. ആമേൻ. ഹല്ലേലൂയ, കരങ്ങളടിച്ച് ഓ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. സകല മഹത്വവും സകല പുകഴ്ചയും നമ്മുടെ കർത്താവിനെ അർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയായി ആമേൻ നമ്മെ ദൈവം ആമേൻ ഇന്ന് പകൽ അനുഗ്രഹിക്കേണ്ടതിനായി നമ്മോടൊപ്പം വിവിധ ഭവനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ആമേൻ നമ്മോടൊപ്പമായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ ചുരുക്കം വാക്കുകളിൽ ആമേൻ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 ശബരഗദരഗദ. ഹല്ലേലൂയ. ആമേൻ. 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 ഇന്നത്തെ ആരാധനയുടെ മധ്യേ നമുക്കെല്ലാവർക്കും ചേർന്ന് ആമേൻ 34-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിപ്പാൻ തക്കോണം ഇടയായി തീരട്ടെ. കർത്താവിദാസി സിസ്റ്റർ ഷീജ ഷിജു ആമേൻ ഇപ്പോൾ ആ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ആമേൻ. വാക്യപ്രതിവായി ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം ആമേൻ 34. സങ്കീർത്തനം 34 സങ്കീർത്തനം വായിക്കും. നമുക്ക് വാക്യപ്രദമായി വായിക്കാം. എല്ലാവരും എടുത്തും വിശ്വസിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവൻ എനിക്ക് ഉത്തരമരളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവിടെ മുഖം രക്ഷിച്ചു പോയതുമില്ല. യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസമുദ്രങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ശിക്ഷിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാൻ നിന്റെ അകത്തെയും കാത്തുകൊള്ളുക. ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ ആത്മ അസംഖ്യമാവുന്നു, അവയെല്ലാം യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അടുത്ത രണ്ട് വാക്ക് നമുക്ക് ചേർന്ന് വായിക്കാം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആമേൻ. വാൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട
സങ്കീർത്തനം വായ്പ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നമ്മോട് സ്തുതിക്കുന്നു, സ്തോത്രം. ഈ വിശുദ്ധ പാൽക്കാലം കർത്താവെ, അങ്ങ് ആത്മാവിൽ സത്യത്തിലായിരിക്കാം, അടിയങ്ങൾ കുടുംബമായ അടിയങ്ങളുടെ ഭവനത്തിലായിരിക്കാം കർത്താവെ, സഹായിച്ചിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവെ. ഇന്ന് പാൽക്കാലം ഞങ്ങളുടെ കൂടെ ലൈവായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാൽക്കാലം വായിച്ച സങ്കീർത്തന അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി തരുക. അപ്പോൾ അവർ സഹായിക്കുമാറാണ് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മോമോ ലഭിച്ചു പോയില്ല. അവർ തിരുവനന്തപുരത്ത് വായിക്കുന്ന പോലെ അപ്പൊ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചത് ആരും ലഭിച്ചു പോയിട്ടില്ലല്ലോ. ആമേ, ഹാലി. അവരുടെ മുഖം പ്രകാശിതരായി തന്നെ തരുക കർത്താവെ. ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരാഴ്ചക്കാലം ജീവൻ ആവശ്യമായ ജീവൻ അന്വേഷിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് വിഷയത്തിന് മേലെ ഭാരപ്പെടുന്നവേ ആമേ, ഹാലലു. കർത്താവ് അതിലൊന്നും ലജ്ജിച്ചു പോകാതെ ഈ ഒരാഴ്ചക്കാലം കർത്താവിന്റെ മുഖങ്ങൾ അവരാവശ്യമൊത്തെല്ലാം അപ്പന്റെ കരം കൂടി സഹായിച്ച് ആമേ പ്രകാശിതരായി തന്നെ തീരുവാൻ ആമേ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ ഇരുട്ടാവ് വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. ആമേ, ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് ആമേ ഒരു വ്യക്തിക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ കർത്താവെ. ഹല്ലേലൂയ. ആകയാൽ കർത്താവിനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുക. അവ ഓരോരുത്തരോട് ഇടയാക്കുമാറാണമേ. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന സകല ഉപകാരങ്ങൾ നന്ദിയുള്ളവരായി തീരുക. ഈ ഒരാഴ്ചക്കാലം എല്ലാവരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിച്ചു. സുഷ്മദാസന്റെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. കൃഷിന് മറിഞ്ഞ് സംസാരിപ്പ. ഹല്ലേലൂയ. വനങ്ങൾ തൊലിക്കുമ്പോൾ ശബ്ദം, മാൻപേടകൾ പ്രസവിക്കുമ്പോൾ ശബ്ദം, ഇന്ന് ആൾക്കാർ ഞങ്ങളുടെ കാതുകൾ കേൾപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുക്കുമ്പോൾ ശബ്ദം, ഇന്ന് ആൾക്കാർ ഞങ്ങളുടെ കാതുകൾ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ, ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ട കർത്താവ് കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ, അല്പസമയം അടപ്പാതെടുക്കുമ്പോൾ ഏകാഗ്രത മനസ്സിലുള്ള ഭയഭക്തികൾ ആവശ്യപോലെ ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാഥമികത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ആഴ്ച കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് ആമേൻ അനർത്ഥങ്ങൾ അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ആപത്തുകൾ അനേകരെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉള്ള ലോകത്ത് ഹല്ലേലൂയ ആമേൻ ദൈവ പൈതങ്ങളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരെയും അവിടെവിടങ്ങളിൽ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇപ്രകാരം ഈ ആമേൻ കൂട്ടായ്മയിൽ ആമേൻ അതെ പങ്കാളിത്തം വഹിപ്പാൻ ആമേൻ സമയവും സാഹചര്യവും ആമേൻ നൽകി തന്ന നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. അത് ഇന്ന് പകൽ നാം വായിച്ച സങ്കീർത്തനം ഇങ്ങനെയാണല്ലോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. അതിന്റെ ആമേൻ 3-4 വാക്യങ്ങൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഭക്തൻ പറയുകയാണ് ആമേൻ എന്നോട് ചേർന്ന്. ഹല്ലേലൂയ. ആമേൻ രണ്ടുപേര് ഭൂമിയിൽ ആമേൻ ഐക്യമതപ്പെടുന്നെടുത്ത് ആമേൻ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ നല്ല കർത്താവ്. ഹല്ലേലൂയ. ആമേൻ അത് രണ്ടുപേര് ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ നടുവിൽ ആമേൻ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആമേൻ അതെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി തീർന്നാൽ ഹല്ലേലൂയ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആമേൻ ഒരു അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും.
ഹല്ലേലൂയ. പലരും പലതിനോട് ചേർന്ന് സമയം കളയുമ്പോൾ ഈ ലോകത്തിൽ പലതിനോട് ചേർന്നിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ 91 സങ്കീർത്തനത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ചേർന്ന് നിൽക്കുന്ന യഹോവയോട് ആമേൻ ചേർന്ന് ആമേൻ ആരാധിക്കുവാൻ അതേ തയ്യാറാകുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ ഉയർത്തുന്ന വിടുവിക്കുന്ന ഒരു ദൈവം. യഹോവയെ എന്ത് ചെയ്യണം? മഹിമപ്പെടുത്തണം. വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുമെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് എന്ത് ചെയ്തു? ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ വ്യക്തിപരമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് ആമേൻ വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആര് തയ്യാറാകുന്നുവോ ആമേൻ അവരുടേതാകുന്ന സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവത്തെ രുചിച്ചറിഞ്ഞ ഭക്തൻ ആമേൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ഒരു ദൈവത്തെ നമുക്ക് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങുന്ന അതേ പ്രതിസന്ധികൾ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഉലകത്തിൽ ആമേൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കൂ, ഞാൻ നിന്നെ ശക്തീകരിക്കൂ, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച ഹല്ലേലൂയ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, എന്ന പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സകല നാമത്തിലോ വേലായ നാമം കൊടുത്ത് ഉയർത്തിയ യേശുവിന്റെ നാമത്തിങ്കൽ മുമ്പിൽ മുടങ്ങുന്ന മുഴങ്കാലുകൾ ഹല്ലേലൂയ രക്ഷിക്കുവാൻ ഇടയാകാതെ, അവനെ വിളിച്ചവർ നിരാശപ്പെടുവാൻ ഇടയാകാതെ ഉത്തരമരുളി ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, ഭയപ്പെട്ടിരുന്ന അനവധി നിരവധി ആമേൻ ദൈവ ഭക്തന്മാരെ ആ സമയങ്ങളിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ആമേൻ തന്റെ വചനം അയച്ച് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതായ അനേക ആമേൻ തിരുവചനങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ഭക്തൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഭയപ്പെട്ടിരിക്കത്തക്ക വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോ അവിടെയെല്ലാം ആമേൻ തന്റെ നിലവിളി കേട്ട് ആമേൻ ഉത്തരമരുളിയ ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിന്റെ പ്രാരംഭത്തിൽ ഹല്ലേലൂയ ഈ ആമേൻ അതെ നവംബർ മാസം 1-ാം തീയതി ആമേൻ ദൈവ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ ഇന്നലെ വരെ നീ ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം വരെ ആമേൻ അതെ ഭയപ്പെട്ട് ഇരിക്കത്തക്ക വിധത്തിൽ ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു വന്നെങ്കിൽ ഇന്ന് പകൽ ആമേൻ നിന്റെ നിലവിളി കേട്ട് ആ ഭയത്തിൽ നിന്ന് നിന്നെ പുറത്തേക്ക് നയിക്കുന്ന ദൈവ സാന്നിധ്യം നീ ആയിരിക്കുന്നിടത്ത് അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആമേൻ ഭയപ്പെടേണ്ടെന്ന് ആമേൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഏത് വിഷയത്തിനകത്ത് നീ ഭയപ്പെട്ടിരിക്കുന്നുവോ അതിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ
കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. രോഗമാണോ, ആമേൻ, ഭാരമാണോ, കടമാണോ, ഞെരുക്കമാണോ, തലമുറയെ കുറിച്ചുള്ള ആവലാതിയാണോ, ഹല്ലേലൂയ, ഏതുമാകട്ടെ അതിനകത്ത് നിന്ന് നിന്നെ ഭയം കൂടാതെ മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ ആമേൻ ഒരു ഭക്തൻ ഹല്ലേലൂയ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. അതെ, ഇന്ന് ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന, പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്ന ദൈവദാസന്മാർ, ദാസിമാർ, ദൈവമക്കളെ, കൂടപ്പറപ്പേ, എനിക്കും നിങ്ങൾക്ക് ഉത്തരമരുളുന്ന ഒരു നല്ല ദൈവം ഹല്ലേലൂയ ആമേൻ ഉത്തരമരുളി സകല ഭയങ്ങളിൽ നിന്ന് എന്ന് പകൽ നിന്നെ ഭയപ്പെടുത്തുന്ന സകല വിഷയത്തിനകത്തു നിന്ന് നിനക്ക് മറുപടി നൽകി നിന്നെ മാനിക്കുന്ന ഒരു നല്ല ദൈവം. അതേ, പരീക്ഷയെ നീ ഭയപ്പെടുകയാണോ, ആമേൻ, അതെ, പ്രമോഷൻ, ഹല്ലേലൂയ, അതേ, മുമ്പോട്ടുള്ള ഭാവി, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഉത്തരമരുളി നിന്നെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ ആമേൻ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പകൽ ഈ കർത്താവിനെ ആരാധിപ്പാൻ ആമേൻ സന്തോഷമുള്ളവർ, ഈ കർത്താവിനെ ആമേൻ മഹത്വപ്പെടുത്തുവാൻ ആമേൻ തയ്യാറാകുന്നവർ ഒരുമിച്ച്, നമുക്കറിയാം മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആമേൻ അതെ 120 പേരുടെ ആമേൻ സംഘത്തിന്മേൽ പകർന്ന അഭിഷേകം ആമേൻ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന സകല മേഖലകളിലും ഭയം കൂടാതെ മുൻപോട്ട് പോകുവാൻ ഉതകമാണ് ഉയരത്തിൽ അഭിഷേകം അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോ അവർ ധൈര്യമുള്ളവരായി മുമ്പോട്ട് പോകുവാൻ നമ്മുടെ ആയിട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഉയരത്തിൽ അഭിഷേകം ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ ഈ വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അല്പസമയം ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൈവവചനം വായിച്ച് ശുശ്രൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഭാരപ്പെടുന്ന, ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് ദൈവം മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മാസത്തിന്റെ പ്രാരംഭ ദിവസം ആമേൻ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ആമേൻ നിങ്ങൾ പ്രാർത്ഥന ആമേൻ അതെ ആമേൻ ഇമ്പോർട്ടന്റ് ആമേൻ കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന റൂമിനകത്ത് ആമേൻ അതെ നിങ്ങളുടെ ഭയം മാറത്തക്ക വിധത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആമേൻ ദിവസങ്ങളാണ്, അതെ ആഴ്ചകളാണ്, മാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഇനിയുള്ളത്. ഹല്ലേലൂയ. ഇന്നലെ വരെ, കഴിഞ്ഞ മാസം വരെ, അല്ല കഴിഞ്ഞ മണിക്കൂർ വരെ ആമേൻ നീ ഭയപ്പെട്ടിരുന്ന വിഷയത്തിനകത്ത് ആമേൻ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി വിടുവിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽ രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ കരം കുറുകി പോയിട്ടില്ല. ആമേൻ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഭയപ്പെടുന്ന വിഷയത്തിന് മറുപടിയുമായി ഇന്ന് പകൽ സ്വർഗ്ഗം ഇറങ്ങി വരികയാ. ആമേൻ ആരുടെയോ ഭീഷണിയുടെ മുമ്പിൽ, ആമേൻ ആരുടെയോ വാക്കുകളുടെ മുമ്പിൽ ആമേൻ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ ആമേൻ നിന്റെ ഭയത്തെ പുറത്താക്കുന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്ന് ആമേൻ ജയത്തോടെ ജീവിക്കുവാൻ നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റുന്ന ജീവന്റെ വചനം ഇന്ന് പകൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെ നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ആമേൻ സ്വർഗം ഇന്ന് പകൽ ഉത്തരവരുന്ന പകലായി, വിടുവിക്കുന്ന പകലായി മാറ്റപ്പെടുകയാ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വേദഭാഗം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. ഇന്ന് ഈ കൂട്ടായ്മയിൽ ആമേൻ നാം ആമേൻ അതെ പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്ക് ആമേൻ ആമേൻ സ്ഥാനം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് യഹോവയെ എന്ത് ചെയ്യുക? മഹിമപ്പെടുത്തുക. നോക്കിക്കേ, ആമേൻ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നവർ, ഹല്ലേലൂയ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നവർ അത്രേ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം ആരാന്ന് അറിഞ്ഞ് അവന് മഹത്വം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, അവനെ അപേക്ഷിക്കുന്ന, അവനോട് നിലവിളിക്കുന്ന തന്റെ മക്കൾക്ക് മറുപടി കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഇവണ്ണം എന്ത് ചെയ്യണം? അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ആമേൻ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ഉത്തരം ലഭിക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിക്കുവാൻ ആമേൻ തയ്യാറാകണം. ഇവണ്ണം പ്രാർത്ഥിപ്പി. ഒന്ന് ആമേൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്വർഗസ്ഥനായ പിതാവിനോടാണ്. ഹല്ലേലൂയ. അതെ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. പലപ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ ആമേൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് സംഭവിക്കുന്നത്, നടക്കുന്നത്, നിന്റെ ജോലി മേഖലയിലാകട്ടെ, നിന്റെ ഭവനത്തിലാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങളിലാകട്ടെ, നിന്നിലാകട്ടെ, നിന്റെ ജീവിത പങ്കാളിയിലാകട്ടെ, ആമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണോ നടക്കുന്നത്? അതെ, നിന്റേതായ ഇഷ്ടമാണോ? അതോ നിന്റെ കൂട്ടുകാരുടെയോ നിന്റെ വീട്ടുകാരുടെയോ നിന്റെ ആമേൻ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമാണോ നടക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം, ഹല്ലേലൂയ, അവനായിരിക്കുന്ന ഭൂമിയിൽ നടന്നു കാണുവാനായിട്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും പ്രാർത്ഥനാ റൂമിനകത്ത് ആമേൻ സ്വാർത്ഥ താല്പര്യങ്ങൾ നടന്നു കാണുവാനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ആമേൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആമേൻ ആകണം. എന്താ? ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അടുത്തത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ തന്നെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനായി ഇറങ്ങി വന്ന യേശു കർത്താവ് പറയുകയാണ്, ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിന്നെ അടുത്തത്, പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മനോഭാവത്തെ കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അപ്പൊ ക്ഷമിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ എന്തില്ല? ആമേൻ ആമേൻ അവകാശമില്ല. ഹല്ലേലൂയ. ആമേൻ അപ്പനോടാകട്ടെ, അമ്മയോടാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, കൂടപ്പുറപ്പോടാകട്ടെ, ആമേൻ ആരുമാകട്ടെ, ആമേൻ ക്ഷമിക്കപ്പെടാനുള്ള മനസ്സില്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ എന്തില്ല? അവകാശമില്ലെന്ന്. കാരണം ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ആരും ക്ഷമിക്കത്തില്ല, പിതാവ് ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, പ്രാർത്ഥനയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ കൂടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി വരത്തുള്ളൂ. അടുത്തത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം? വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധമുള്ളവർ, ആമേൻ, പ്രാർത്ഥന ആമേൻ വളരെ പ്രാധാന്യമുള്ളതായിട്ട് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് തന്നെ ഇത് ചെയ്യുവാൻ കഴിയാത്ത വിധം അത് വളരെ, ഹല്ലേലൂയ, ആമേൻ, എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് പിതാവിനോട് മാത്രം, ആമേൻ, അതെ, പ്രാർത്ഥിക്കുവാൻ കൂട്ടായ്മയ്ക്കായി അവൻ എപ്പോഴും ശിഷ്യന്മാരിൽ നിന്ന് സ്വയം അകന്ന്, ആമേൻ, അതെ, സമയം കണ്ടെത്തി, ഹല്ലേലൂയ, പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ്, ഹല്ലേലൂയ, പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച യേശു കർത്താവ്, ഹല്ലേലൂയ, പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് അവന്റെ ജീവിതത്തിൽ അവൻ, ആമേൻ, അതെ, നിറവേറ്റുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. മർക്കോസ് 1:35 കാണുന്നത് അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ്. ഹല്ലേലൂയ. നല്ലൊരു ശീലമാണ്, നമുക്ക് മാതൃകയാക്കുവാൻ പറ്റിയ, ഹല്ലേലൂയ, ഒരു ശീലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചു കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പലരും കിടക്കുന്ന ആ കിടക്കയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ചിലരാകട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായി ഒരു സ്ഥലം, ആമേൻ, ക്രമീകരിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എവിടെയും, ആമേൻ, അതെ, മുഴങ്കാൽ മടക്കുവാൻ അതെ തയ്യാറാണോ അവിടെ, ആമേൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തത് കൊണ്ടാണ് അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അവനെ ഭയപ്പെടുത്തുന്ന അനവധി നിരവധി, ആമേൻ, സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയൊന്നും അവൻ ഭയപ്പെട്ട് തകർന്നു പോകുവാൻ ഇടയാകാതെ, ആമേൻ, അതിനകത്തെല്ലാം ജയാളിയായി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, 14-ാം അധ്യായം 23-ാം വാക്യം, മത്തായി സുവിശേഷം 14:23 വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അപ്പൊ വലിയൊരു പുരുഷാരം എപ്പോഴും യേശുവിനെ അനുഗമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. പകൽ മുഴുവൻ അവൻ എവിടെയുണ്ടോ അവിടെ എല്ലാം ആളുകൾ തിക്കി തിരക്കി അവന്റെ അരികിൽ വരികയാ. കാരണം അവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാ. അവനെ തൊടുന്നവർ സൗഖ്യമാകുകയാ, അവൻ തൊടുന്നവർ സൗഖ്യമാകുകയാ. ആമേൻ. അവന്റെ വാക്ക് വിശ്വസിക്കുന്നവർ സൗഖ്യമാകുകയാ. അങ്ങനെ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ കൂടെയുള്ള ആ പുരുഷന്മാരെ, ഹല്ലേലൂയ, ആ പുരുഷാരത്തെ, ആ സ്ത്രീകളെ, ആ കുഞ്ഞുങ്ങളെ എല്ലാം പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇന്ന് പകൽ ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ, ആമേൻ, കുടുംബമായി ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഭാര്യയും ഭർത്താവും മക്കളും സഭയും എല്ലാം ഉണ്ട്. എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് പാടാൻ സന്തോഷമാ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷമാ. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ആമേൻ, നീ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ആമേൻ നീ തകർന്നു പോകുവാൻ ഇടയാകും. എന്നാൽ അതേ കൂടെയുള്ള എല്ലാം അതേ മാറിപ്പോയാൽ, ആമേൻ, അകന്നു പോയാൽ, ആമേൻ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ മാത്രമേ വ്യക്തിപരമായി നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ നിനക്ക് സമാധാനം പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. യേശു ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറിയ സമയം താൻ വേറിട്ട് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു.
ഹല്ലേലൂയ. ആമേൻ. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, യേശു കർത്താവ് ആമേൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവൻ ഏറിയ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ കൂടെ ആയിരുന്ന പുരുഷാരത്തെ, ശിഷ്യന്മാരെ ആമേൻ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. ആമേൻ. അതെ, പടകുമായി. ആമേൻ. അക്കരയ്ക്ക് പടകുമായി പോകുന്ന ആമേൻ ശിഷ്യന്മാർ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. നോക്കണമേ, യേശു കർത്താവിനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഭയമുളവാകുകയാണ്. എന്താ ഭയമുളവാകുവാൻ കാരണം? പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇന്ന് പകലിലോ ആമേൻ ഈശാന മൂലമാകുന്ന കാറ്റുകൾ, ആമേൻ അത് തിരമാലകൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ വിവിധ നിലകളിൽ ആമേൻ അത് ഭയം നിനക്കുളവാകാം. അതുപോലെ യേശു കർത്താവിനോട് കൂടെയായിരുന്ന പുരുഷാര ശിഷ്യന്മാർ അവരെ പറഞ്ഞയച്ചു. പടക് ആമേൻ പല ദൂരെ ആയിരിക്കുന്ന സമയത്ത് ആമേൻ ജീവിതത്തിന്റെ മുമ്പിൽ ആ പടകിന് നേരെ ഉയർന്നു വന്ന തിരമാലകൾ നിമിത്തം ആമേൻ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന് ആമേൻ അവരുടെ അടുക്കൽ വരുവാൻ ആമേൻ ഒരു പ്രത്യേക വാഹനമൊന്നും വേണ്ടി വന്നില്ല. ആമേൻ. അവർ ആ കടലിൽ തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച് ആയിരിക്കുന്ന സമയത്ത് അവരുടെ അരികിലേക്ക് അരുമനാഥൻ കടലിന്റെ മീതെ ഹല്ലേലൂയ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇന്ന് പകൽ ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെങ്കിൽ നീ ആയിരിക്കുന്നിടത്തേക്ക് രാത്രിയുടെ യാമം ഹല്ലേലൂയ ഒരു തടസ്സമായിരുന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന, യാത്രയിൽ ക്ലേശങ്ങൾ അഭിമുഖീകരിക്കുന്ന, ആമേൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ ക്ഷണിക്കാതെ കണ്ട് അവരുടെ അരികിലേക്ക് കടന്നു വന്ന നാള് ഇന്ന് പകൽ ആരാധനയുടെ മധ്യേ ഭയപ്പെട്ടിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ അവൻ നിന്റെ ഭവനത്തിലേക്ക്, അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്റെ യാത്രയെ മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ. അതെ, നിന്റെ യാത്രയ്ക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കുവാൻ ശക്തനായവർ പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് ആമേൻ ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കയറിപ്പോയി. ആമേൻ. അതെ, അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. ആ പ്രത്യാശയുള്ളവർ എന്ന് പകൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നോക്കുക, കർത്താവ് തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. ആമേൻ. പടക് ആമേൻ അതെ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ അവർ തണ്ട് വലിച്ച് ക്ഷീണിച്ച് ഭയപ്പെട്ട് ആകുലരായിരിക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ ഹല്ലേലൂയ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. കർത്താവിനെ അതെ രക്ഷകനായി സ്വീകരിച്ച് ആമേൻ ദൈവ പൈതലാൽ അവൻ മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകലിലും നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ തിരമാലകളെ കണ്ട്, കാറ്റുകളെ കണ്ട് ആമേൻ നീ ഭയപ്പെട്ട് നിരാശപ്പെട്ട് നിന്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അവൻ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉടനെ യേശു ആമേൻ ഹല്ലേലൂയ അവരോട് ആമേൻ. എപ്പോഴാണ് അവൻ കടലിൽ നിന്ന് നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. ഹല്ലേലൂയ. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. നോക്കണമേ, അരുമനാഥനെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാര് അവര് പ്രതീക്ഷിച്ചില്ല. അവരീ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവൻ ഈ രാത്രിയുടെ 4-ാം യാമത്തിങ്കൽ ഈ കടലിന്റെ മീതെ അതെ യേശു കടന്നു വരുമെന്ന്. ഇന്ന് പകൽ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നീ ആയിരിക്കുന്ന ആമേൻ സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ ആമേൻ നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഹല്ലേലൂയ അതിന്റെ മീതെ ആമേൻ നോക്കുക, പടക് കടലിൽ ഹല്ലേലൂയ ആമേൻ ഉലയുകയാണ്. ആമേൻ ലക്ഷ്യമില്ലാതെ, ലക്ഷ്യം തെറ്റി ഈ
ഈ കടലിൽ തകർന്നു പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് ആ പ്രശ്നത്തിന്റെ മീതെ നടന്നു വരുന്ന ഒരു യേശു ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിന്റെ മീതെ ആമേൻ അതെ നടക്കുവാൻ കഴിയുള്ളവർ, ആമേൻ അതിനകത്ത് ഇറങ്ങി വന്ന് ആമേൻ ആ പ്രശ്നത്തെ ആമേൻ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ അധികാരമുള്ള യേശു എന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവവൈദ്യരെ നിന്റെ ജീവിതത്തിൽ ആ പ്രശ്നത്തിലേക്ക് എന്റെ യേശു ഇറങ്ങി വരിക. ആമേൻ നിന്റെ കൂട്ടുകാർ, നിന്റെ വീട്ടുകാർ, നിന്റെ നാട്ടുകാർ ഒരുപക്ഷേ രോഗമായി കിടക്കുന്ന നിന്നെ കണ്ട് കരഞ്ഞ് അവരുടെ കയ്യിലുള്ളത് തന്ന് തിരികെ പോകും. എന്നാൽ ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ, ആ സന്തോഷത്തിന്റെ ആ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ അധികാരമുള്ളവൻ ആമേൻ ഉലകത്തിൽ ആമേൻ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. യേശു നിന്റെ കഷ്ടത കാണുമ്പോൾ മാറിപ്പോകുന്നവനല്ല, അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. ഇന്ന് പകൽ സമീപസ്ഥനായി വന്ന് നിന്നെ വിടുവിക്കുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന എന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവന് രാവോ പകലോ വിഷയമല്ല, അവൻ ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ. ആമേൻ. ഇന്ന് പകൽ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. ഹല്ലേലൂയ. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവനോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇന്ന് പകൽ നീ പേടിച്ചിരിക്കുന്ന, നീ ഭ്രമിച്ചിരിക്കുന്ന വിഷയം, ഹല്ലേലൂയ, അതെ യേശു പറയുന്നു, പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ പ്രതിസന്ധിയിൽ ആമേൻ കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ആമേൻ അതെ ശിഷ്യന്മാർ ആമേൻ അതെ ആ കല്ലറയിൽ അടക്കം ചെയ്ത യേശു, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ അന്ന് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ആമേൻ റൂമിനകത്തിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തിയ കർത്താവ് ഇന്ന് പകൽ ആമേൻ നീ ആയിരിക്കുന്നിടത്ത് അവന്റെ വചനമായി വെച്ച് നിന്നോട് ഇടപെടുകയാണ്. നീ ഭയപ്പെടേണ്ട, ആ വിഷയത്തിനകത്ത് മറുപടി നൽകുവാൻ ഞാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ 19-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നാൽ കൂടെയുള്ള ശിഷ്യന്മാർ അവരെ എന്ത് ചെയ്തു? വിലക്കി. ആമേൻ. യേശുവിന്റെ അരികിലേക്ക്, യേശുവിന്റെ കൈയൊന്ന് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആമേൻ ശിശുക്കളെ ആമേൻ മാതാപിതാക്കൾ അനേകര് കൊണ്ടുവരുമ്പോൾ അവരെ വിലക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വ്യർത്ഥമായി എന്ന് പറയുന്ന കുരുടൻ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ അവരെ തടയുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം തന്റെ പുത്രനിലൂടെ ആമേൻ വിടുവിക്കപ്പെടുവാൻ, ആമേൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആമേൻ കുഞ്ഞുങ്ങളെ ആമേൻ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ തടയുന്ന, ഹല്ലേലൂയ, അവരെ വിലക്കുന്ന ആമേൻ ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും പ്രാർത്ഥിക്കുന്നവരെ, യേശുവിലേക്ക് ആമേൻ കടന്നു പോകുന്നവരെ തടയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ തടഞ്ഞത് അവന്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് അന്ത്യകാലമായതുകൊണ്ട് യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവരെ തടയുന്ന അനേകര് ലോകത്തിലുണ്ട്. ആമേൻ. അവരും അറിയപ്പെടുന്നത് ദൈവ സഭയിലെ അംഗങ്ങളെന്ന്. ആമേൻ. അന്നും ഇന്നും ഇതുപോലെ തടയുന്ന അനേകരുള്ള ലോകത്ത് ആമേൻ അതെ ഏത് സാഹചര്യത്തിലും ആമേൻ ഒരാളുടെയും റെക്കമെൻഡ് കൂടാതെ കടന്നു വന്ന് വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ്. രാത്രിയുടെ 4 യാമത്തിങ്കൽ ഭയപ്പെട്ടിരുന്ന അതെ ശിഷ്യന്മാരുടെ ഭയം മാറ്റുവാൻ ആമേൻ ഇടഞ്ഞു വന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതെ പത്രോസിന്റെ ശൂന്യമായ പടകുമായി ഇരുന്ന ആമേൻ ആ പത്രോസിന്റെ പടക് നിറയുമാണ് ആമേൻ അതെ കരുതി വെച്ചിരിക്കുന്ന നന്മയെ അനുഭവിക്കുവാൻ, പത്രോസിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ
പൂർത്തിയാക്കുവാൻ പത്രോസിന്റെ അടുകിലേക്ക് കടന്നു ചെന്ന കർത്താവ് ഇന്ന് പകൽ ചില ശൂന്യതകൾ നികന്ന് ആമേൻ നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേൻ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് നിന്നോട് ആലോചന പറയുന്ന കർത്താവ് നിന്നെ ഭയത്തെ പുറത്താക്കുവാൻ അധികാരമുള്ളവർ ഇന്ന് പകൽ ആമേൻ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേൾവിക്കാരെ പോലെ കേട്ടിരിക്കാതെ കാഴ്ചക്കാരെ പോലെ കണ്ടിരിക്കാതെ നാദാ നിന്റെ വിശ്വാസത്തിന് ഞാൻ അത് ഇറക്കാമെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആമേൻ ആ പത്രോസിനെ പോലെ നാദാ നീ ആകുന്നുവെങ്കിൽ എനിക്കും കടലിന് മീതെ നടക്കണമെന്ന് പറഞ്ഞ വിശ്വാസത്തോടെ നടന്ന ആ പത്രോസിനെ പോലെ ഇന്ന് പകൽ ഭയം മാറ്റുന്ന കർത്താവിനോട് ആമേൻ ചേർന്ന് ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത ഓ വിവലവലവ സമ്മര വച്ചന നികൾക്ക് യേശുവിന്റെ നാമത്തിൽ ഓ ചില വിടുതലുകൾ സംഭവിക്കട്ടെ ചില ഭയങ്ങൾ മാറട്ടെ ഭാരങ്ങൾ മാറട്ടെ വേദനകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഭയം കൂടാതെ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകിച്ച ജനവിന് പകൽ നിറയപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവോ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ശിശുക്കളെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ തടയുന്നവരോട് സംസാരിക്കുന്ന ആമേൻ യേശു. ഹല്ലേലൂയ ആമേൻ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. അവൻ ഇന്ന് പകൽ അവൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവ മക്കളുടെ നന്മയെ തടഞ്ഞു വെക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ഇന്ന് പകൽ സ്വർഗ്ഗം ഇടപെട്ട് അവന്റെ തടസ്സങ്ങളെ മാറ്റുവാൻ ശക്തരായവർ അതെ യേശുവിന്റെ അരികിലേക്ക് അവന്റെ കൈവച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ വന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ് ആ ശക്തികളെ ഹല്ലേലൂയ നീക്കി അവരെ അരികിലേക്ക് വിളിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആര് തടസ്സമായി നിൽക്കുന്നു ആ തടസ്സങ്ങളെ നീക്കി നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായവൻ ഹല്ലേലൂയ ഇന്ന് പകൽ വിളിക്കുകയാണ്. അടുക്കൽ വരുവേ, അടുക്കൽ വരുവേ. ഇന്ന് പകൽ ഹല്ലേലൂയ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ഒരു സമാധാനം ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ യേശുവിന്റെ അടുക്കലേക്ക് വരട്ടെ. ഹല്ലേലൂയ. യേശുവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സം നിൽക്കുന്നതിന് ഇന്ന് പകൽ അവൻ നീക്കുവാൻ ശക്തനായവർ അവന്റെ മുഴു സാന്നിധ്യവുമായി നീ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ. അവരെ ആമേൻ തടയരുത്, അവരെ തടയരുത്, അവരെ തടുക്കരുത്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകൽ ആമേൻ നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്ന പകല വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ തടുക്കുന്നത്. 26-ാം അധ്യായം അതിന്റെ 36-39 വാക്യത്തിലേക്ക് വരുമ്പോൾ അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ഗെത്സമന എന്ന തോട്ടത്തിൽ ആമേൻ യേശു കർത്താവ് ആമേൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോ യേശു കർത്താവ് എപ്പോഴും ആമേൻ സെൽഫിഷായി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആമേൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലമില്ലെങ്കിൽ ഈ മാസത്തിന്റെ പ്രാരംഭത്തിൽ ഞാൻ പറയുക, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാകണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലം ഉള്ളവനാണ് രാത്രിയിൽ ആമേൻ 4-ാം യാമത്തെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്നവരുടെ ഭയത്തെ പുറത്താക്കുവാനായി ആമേൻ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ശാസിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവം ഒറ്റയ്ക്ക് ആമേൻ ആയിരിക്കുന്ന നിന്നെ ഉപയോഗിക്കണമോ? നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവളാകണോ? നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവനാകണോ? ജീവിതത്തിന്റെ ആമേൻ അത് ഏറിയ സമയം ഒറ്റയ്ക്ക് ആരാധിക്കുന്നവളും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരും ഒറ്റയ്ക്ക് ബൈബിൾ വായിക്കുന്നവരുമായാൽ നീ ഒറ്റയ്ക്ക് ആയിരിക്കുന്നിടത്ത് നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നോക്കണമേ, യേശു കർത്താവ് ഏറിയ സമയം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവൻ വേറെ ആരെയും കൂട്ടുപിടിക്കേണ്ടി വന്നില്ല. അവന്റെ അടിയിൽ വരുന്നവരെ അവൻ സൗഖ്യമാക്കുവാനായി. ഇന്ന് പകൽ ആമേൻ ആത്മീയ ശുശ്രൂഷയിൽ നീ ഒറ്റയ്ക്ക, നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് നീ ഒതുങ്ങിപ്പോകരുത്. നീ ദൈവസന്നിധി മുഴങ്ങാൽ മടക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് ഈ തലമുറയിലും ഈ കാലഘട്ടങ്ങളിലും ദൈവപ്രവർത്തി
പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട്. ഹല്ലേലൂയ. സ്കൂളിൽ പഠിക്കാൻ ഒത്തിരി പേരുണ്ടാകും. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് ആരാധിക്കാൻ ഒത്തിരി പേരുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ഒറ്റയ്ക്ക് ആമേൻ നീ പ്രാർത്ഥിക്കുവാൻ ശീലിച്ച, ഒറ്റയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, ആമേൻ മറ്റാരിലൂടെയും വെളിപ്പെടുത്താത്ത ദൈവപ്രവൃത്തി നീ നിൽക്കുന്നിടത്ത്, നീ പാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ വചനം പ്രസംഗിക്കുമ്പോൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ, ഓ അവർക്കില്ലാത്ത കഷ്ടത, അവർക്കില്ലാത്ത വേദന നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആമേൻ അതിനകത്ത് നീ ഒറ്റയ്ക്ക് വിടുതൽ പ്രാപിക്കുവാൻ നീ മുഴങ്കാൽ മടക്ക്. ആമേൻ നീ വിടുതൽ പ്രാപിച്ചാൽ നിന്നിലൂടെ അനേകര് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരും, അനേകര് സൗഖ്യമാകുവാൻ ഇടയായിത്തീരും എന്ന് പകൽ തിരിച്ചറിഞ്ഞ ആമേൻ ആ മുഴങ്കാൽ മടക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ച് വ്യാകുലപ്പെട്ട് തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് തനിയെ പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നിട്ട് കൂടെ ആയിരിക്കുന്നവരെ എന്ത് ചെയ്യാണ്? ഉണർത്തുകയാണ്. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ഉണർവ് പ്രാപിക്കുന്നവർക്ക് കൂടെയുള്ള ഉണർത്താൻ കഴിയത്തുള്ളൂ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഒറ്റയ്ക്ക് ആമേൻ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവർക്ക് ആമേൻ അതേ ഭാരപ്പെട്ടിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഉറങ്ങി സമയം കളയരുതേ, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ആവലാതി പറഞ്ഞ് സമയം കളയരുതേ. നീ ഒറ്റയ്ക്ക് മുഴങ്ങാൽ മടക്കുമ്പോ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ആമേൻ അതെ അതിനകത്ത് നീ പ്രാപിക്കുന്ന ദൈവിക വിടുതൽ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വിടുതലായി ആമേൻ മാറത്തക്ക വിധത്തിൽ നിന്നെ ഉപയോഗിക്കുക ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. റീഖന ശാന്തരഗരഗസ്യ അൽഖനാസിയ. ആമേൻ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണ് ആമേൻ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിൽ ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ആമേൻ അവന്റെ ഇഷ്ടമല്ല, അവന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും അവനെ ഈ ഭൂമിയിലേക്ക് അയച്ച സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിനെന്നാ. ആമേൻ. ഈ വണ്ണം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ അകത്ത് കാണുവാൻ കഴിയുന്നത് ആമേൻ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, എന്റെയും നിങ്ങളുടെയും ഇഷ്ടമല്ല, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്റെ മക്കളിൽ എന്റെ ഇഷ്ടമല്ല, എനിക്ക് മക്കളെ തന്ന ദൈവമേ അവിടുത്തെ ഇഷ്ടം എന്റെ മക്കളിൽ നിറവേറട്ടെ. ഇന്ന് പകൽ ആ പ്രകാരം പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ച യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്, അവനെ വിശ്വസിച്ചവർ സൗഖ്യമായിട്ടുണ്ട്, അവന്റെ പ്രസംഗം കേട്ടവർ ആൾ മാറിയവരെ പോലെ ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പറഞ്ഞു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ, വേറിട്ട് പ്രാർത്ഥിക്കുവാൻ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് ഏറിയ സമയം പ്രാർത്ഥിപ്പാൻ തയ്യാറായ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അധികം പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ പ്രാർത്ഥിക്കുന്നത് ആരും അറിയുന്നില്ലായിരിക്കും. ആമേൻ. രാത്രിയിൽ ആമേൻ നിന്റെ ഭർത്താവ് കിടന്നുറങ്ങുമ്പോ, നിന്റെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോ നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്, നീ പ്രാർത്ഥിക്കുന്നത് ആമേൻ ആരും അറിയുന്നില്ലായിരിക്കും.
ഹല്ലേലൂയ. അഭിഷേകരെ ആമേൻ, നിന്റെ ആമേൻ കൂടെ ആരാധിക്കുന്ന ആരും അറിയുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. എന്താ പരക്കാൻ കാരണം? അവൻ സൗഖ്യമാക്കുന്നവനാണ്. അവൻ സകല രോഗികളെയും ആമേൻ വിടുവിക്കുന്നവൻ, എഴുന്നേൽപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവന്റെ വാക്കുകളിൽ അനേകർ സൗഖ്യമായത്? അത് അവന്റെ ശക്തിയല്ല, അവനെ അയച്ച അവന്റെ പിതാവിന്റെ ശക്തിയാണ്. അതെ, പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ്, പിതാവുമായി കൂട്ടായ്മയുള്ളവരിലൂടെയാണ് ആ ശക്തി ഇന്നു ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ആമേൻ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ബലഹീനനായ നിന്നെയും ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിച്ചവർ, അതെ, തന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നല്ല, പിതാവേ അവിടുത്തെ ഇഷ്ടം എന്നിലൂടെ നിറവേറണമേ എന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ അവൻ യേശു കർത്താവിനെ അവൻ ലോകം അറിയത്തക്ക വിധത്തിൽ അവനോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിന് കൂടി വന്നു. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവൻ തിരക്കേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അവൻ മാറിപ്പോയി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവനോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ കാണുന്നവർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. കാരണം അവനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്നെ കണ്ട് ചിലർക്ക് ഭ്രാന്ത് പിടിക്കും. ഇവിടെ പറയുന്നു, അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്നെ കാണുമ്പോൾ ചിലർക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. കാരണം നിന്നെ കാണുന്നവർ ആശ്ചര്യപ്പെടുവാണ്. നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത നിലയിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലൂടെ അനേകർക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോൾ ചിലർ ഭ്രാന്ത് പിടിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഭ്രാന്ത് പിടിച്ചപ്പോ യേശുവിനെ കൊല്ലാൻ എന്ത് ചെയ്തു? ആലോചിച്ചു. നോക്കണമേ, ഏറിയ സമയം പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ, ഏറിയ സമയം ദൈവപ്രവൃത്തിക്ക് നിമിത്തമാകുന്നവൻ, അവനെ കണ്ടവർ ഭ്രാന്ത് തോന്നി. ഹല്ലേലൂയ. ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടുവെന്ന് തമ്മിൽ എന്ത് ചെയ്തു? ആലോചന കഴിച്ചു. അതെ, 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുമ്പോൾ 11-ാം വാക്യത്തിൽ അതിന്റെ 12-ൽ ഇങ്ങനെയാ കാണുന്നത്: അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു പോന്നു. ആര് ഭ്രാന്ത് പിടിച്ച് അവനെ കൊല്ലാൻ വന്നാലും അവൻ തിരിച്ച് പ്രതികരിക്കുന്നവനായി കാണുന്നില്ല. അവൻ എന്താ ചെയ്യുന്നത്? അക്കാലത്ത് ഭ്രാന്ത് പിടിച്ച് ഒരു കൂട്ടര് അവനെ കൊല്ലുവാൻ ആലോചന കഴിക്കുമ്പോൾ യേശു ചെയ്തത് പ്രാർത്ഥിക്കുവാനായി മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നമുക്കറിയാം, ദാനിയേൽ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോ താൻ ചെയ്തു വരുന്നത് പോലെ യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ട് 3 നേരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കെതിരെ ഭ്രാന്ത് പിടിച്ച് അനേകർ എഴുന്നേറ്റ് വന്ന് നിനക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ യേശു ചെയ്തതുപോലെ, ഹല്ലേലൂയ, ആ സമയത്ത് ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവ പൈതലേ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്ന ഭ്രാന്തന്മാരായി എഴുന്നേറ്റ് വരുമ്പോൾ അവരോട് പ്രതികരിക്കുവാൻ നീ സമയം കളയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നീ പരാജയപ്പെടുത്തില്ല. അവരുടെ മുമ്പിൽ സ്വർഗം നിന്നെ കൈപിടിച്ചുയർത്തും. വിശ്വസിക്കുന്നവർ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. നോക്കണമേ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചവൻ ഇപ്പോൾ ചിലരെയും കൂടെ പ്രാർത്ഥിപ്പാനായി കൂട്ടിക്കൊണ്ടുപോകുകയാ. ഇന്ന് പകൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിന്റെ കൂടെ ചിലരെ പ്രാർത്ഥന പങ്കാളികളായി എഴുന്നേൽപ്പിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. നീ എന്നും ഒറ്റയ്ക്കായിരിക്കത്തില്ല. നിന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ചിലരെ എഴുന്നേൽപ്പിക്കുക ദൈവം ശക്തരാണ്. ഒരു പക്ഷേ ഇന്ന് പകൽ നിന്റെ വീട്ടിൽ
നീ ഒറ്റയ്ക്കായിരിക്കാം. നിന്റെ ഭർത്താവ് നിന്നോട് കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാനില്ലായിരിക്കാം. നിന്റെ മക്കൾ നിന്നോടൊപ്പമില്ലായിരിക്കാം. എന്നാൽ ഒറ്റയ്ക്ക് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ യേശു കർത്താവിന്റെ കൂടെ ഇപ്പോഴിതാ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായി കയറിപ്പോയി. ആമേൻ. ഒറ്റയ്ക്ക് മലയിൽ കയറി പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പോൾ മലയിൽ കയറി പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ അതേ തന്നോടൊപ്പം 3 പേരെയും കൂടെ കൂട്ടുകയാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് അയ്യോ എൻ്റെ കൂടെ എൻ്റെ മക്കളില്ലല്ലോ, എൻ്റെ ഭർത്താവില്ലല്ലോ, നീ ഭാരപ്പെടേണ്ട. നീ പ്രാർത്ഥിക്കുന്നിടത്ത് നോക്കിക്കേ, യേശു മലയിൽ പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചെടുത്ത് ഇപ്പോൾ ഇതാ 3 പേരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ഓ അതേ മാതാവേ, ഇന്ന് പകൽ നിന്റെ കൂടെ അതേ നിന്റെ മക്കൾ പ്രാർത്ഥിക്കുവാൻ മുഴങ്ങാൽ മടക്കുന്ന സീസൺ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാ. അതേ അഭിഷക്തരെ, നീ ഒറ്റയ്ക്കല്ല. നീ ആരാധിക്കുന്ന ഹോളിനകത്ത് നിന്നോട് കൂടെ ആരാധിക്കുവാൻ ദേശത്ത് നിന്ന് ചില കുടുംബങ്ങൾ കടന്നു വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ കരമടിച്ച് കർത്താവിനകത്തുണ്ട്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. അതേ നോക്കണമേ, നാളുകളായി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവർ കൂടെയുള്ളവർ പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കിയപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി മുഖത്തിന്റെ ഭാവം മാറി, ഉടപ്പ് മെന്നുന്ന വെള്ളയായി തീർന്നു. അതേ ദൈവ പൈതലേ, ആമേൻ, നീ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആമേൻ ഒരു ലീഡർഷിപ്പായി ദൈവം നിന്നെ മാറ്റിക്കഴിയുമ്പോൾ അതേ നിന്നെ കാണുന്നവർ ആശ്ചര്യപ്പെടുമാറ്. ഇതാ യേശു കർത്താവ് ശിഷ്യന്മാരുമായി മലയിൽ പ്രാർത്ഥിപ്പാൻ ഇരിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ പാപം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. എന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ വൈദ്യരെ, നിന്റെ മേൽ ഒരു തേജസ് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് നിന്ന് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്ക് ദൈവം നിന്നെ മൂവ് ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഹല്ലേലൂയ. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? അപേക്ഷിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, യേശുവിന്റെ കൂടെയായിരിക്കുന്ന ശിഷ്യനായ പത്രോസിനെ ആമേൻ പാറ്റിക്കളയുവാൻ, ഹല്ലേലൂയ, തകർത്ത് കളയുവാൻ ഹല്ലേലൂയ കൽപ്പന ചോദിച്ചപ്പോൾ ഭക്തനായ ഇയ്യോബിനോട് ആമേൻ പിശാച് വാദിച്ച് അവനെ തകർക്കാൻ ആലോചന ചോദിച്ചപ്പോൾ പിതാവായ ദൈവം ആമേൻ അവന്റെ പ്രാണനെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും തൊടുവാൻ അനുവദിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഭക്തനായ ഇയ്യോബ് ആ സാഹചര്യത്തിൽ ആമേൻ അത് പിടിച്ചു നിൽക്കുവാൻ ഉയരത്തിലെ കൃപ പകർന്നു കൊടുത്തു. എന്നാൽ സഹോദരന്മാര് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ ഭാര്യ ആമേൻ തന്നെ ആമേൻ വേണ്ടും പോലെ പരിചരിക്കുവാനോ സ്നേഹിക്കുവാനോ ആമേൻ അവനിലുള്ള ദൈവകൃപ തിരിച്ചറിയുവാനോ കഴിയാതെ പോയതുകൊണ്ട് അവളുടെ വാക്കുകൾ ആമേൻ ദൈവകൃപയില്ലാത്തതായി. എന്നാൽ ആമേൻ ലോകത്തിൽ അകാലത്തിൽ അവൾ പൊലിഞ്ഞുപോയി. ആമേൻ അധികം കാലം ജീവിച്ചിരിക്കുവാൻ അവൾക്ക് ഭാഗ്യമുണ്ടായില്ല. ഇന്ന് പകൽ ദൈവകൃപ അനുഭവിക്കുന്നവരെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറല്ലെങ്കിൽ അകാലത്തിൽ പൊലിഞ്ഞു പോകും. അതുകൊണ്ട് ദൈവകൃപയുള്ള ദർശനമുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായ നിന്റെ ആയുസ് ആമേൻ അതെ മധ്യത്തിൽ പൊലിഞ്ഞു പോകുവാൻ ഇടയാകാതെ ആമേൻ അതെ പ്രാർത്ഥനയ്ക്ക് അതെ ഹിസ്കിയാവിന് മറുപടി കൊടുത്ത ദൈവം ആമേൻ നിന്നെ വഴിയിൽ തകർത്ത് കളയുവാൻ പതിയിരിക്കുന്ന ശത്രുവിന്റെ കെണിയിലകപ്പെട്ട് നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ തക്കവണ്ണമിടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നോക്കിക്കേ, യേശു കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാര് അതിൽ ഒന്നാമനായ പത്രോസിനെ ആമേൻ പാറ്റിക്കളയുവാൻ, ഗോതമ്പ് പാറ്റുന്നത് പോലെ തകർത്ത് കളയുവാൻ പിശാച് കൽപ്പന ചോദിച്ചപ്പോൾ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നോക്കുക, പ്രാർത്ഥനാ ശീലമുള്ളവർ പ്രാർത്ഥനാ റൂമിനകത്ത് മുട്ടുമടക്കിയപ്പോൾ പത്രോസിനെ ആമേൻ ഗോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ ആമേൻ അതെ പിശാച് ആമേൻ പാറ്റിക്കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന യേശു അവന് ആമേൻ അതെ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ദൈവം നീ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് നിന്റെ സഹോദരങ്ങളെ ഉറപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ മേൽ വീഴുവാൻ യേശുവിന്റെ പ്രാർത്ഥന ഇടയായിത്തീരുന്നു. ആമേൻ. പത്രോസ് ആമേൻ മടങ്ങി വന്ന് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ ഇടയായി. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരുണ്ട്. നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ കൂടപ്പറപ്പിന് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. പത്രോസിനെ ഗോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ പാറ്റിക്കളയുവാൻ പിശാച് പദ്ധതി ഇട്ടപ്പോൾ പിശാചിന്റെ പദ്ധതി ആമേൻ നടപ്പാകാതിരിക്കേണ്ടതിന് ആമേൻ യേശു കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച 3000 പേര് മാനസാന്തരപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പത്രോസ് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥന നിമിത്തം നിന്റെ ഭാര്യ അത് വിടുവിക്കപ്പെടും, നിന്റെ ഭർത്താവ് വിടുവിക്കപ്പെടും, നിന്റെ തലമുറ വിടുവിക്കപ്പെടും, നിന്റെ ദേശത്ത് ആയിരങ്ങൾ വിടുവിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിന്റെ ഒരു വലിയ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആ അധ്യായം മുഴുവൻ നമുക്ക് യേശുവിന്റെ പ്രാർത്ഥനയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട്, ഹല്ലേലൂയ, കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആമേൻ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആമേൻ. കർത്താവായ യേശുവിന് തന്റെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവായ ദൈവത്തെ കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടായിരുന്നു. ആമേൻ. അതെ, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ ആമേൻ അപേക്ഷിക്കുകയും. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന ഉറച്ച നിലവിളിയോടെ ആകട്ടെ, കണ്ണുനീരോടെ ആകട്ടെ. ഹല്ലേലൂയ. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഉപവസിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ ഏകാന്തമായ ഒരു സ്ഥലം ആമേൻ അതേ കർത്താവ് തേടി. ആമേൻ. ഒരു മനുഷ്യൻ എന്ന നിലയിലും ദൈവത്തിന്റെ അതുല്യ പുത്രൻ എന്ന നിലയിലും അവൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ആമേൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയിൽ ദൈവികവും മാനുഷികമായ ആമേൻ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നു? ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്കുള്ള ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ആമേൻ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായ ആമേൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയിൽ ആമേൻ ഈ മാതൃക ഉപയോഗിക്കുവാനായിട്ട് ഹല്ലേലൂയ ആമേൻ കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയരെ, ഈ രീതി
ആമേൻ. അതെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഉൾപ്പെടുത്തിയ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നമ്മുടെ ജീവിതം അതെ ധന്യമായി തീരും. ആമേൻ. നമ്മൾ വർദ്ധിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനാൽ ആമേൻ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, ഈ രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവലംബിക്കുകയായ ഹല്ലേലൂയ ആമേൻ, നിശ്ചയമായും യേശു കർത്താവ് പറഞ്ഞ പ്രാർത്ഥന, യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചൊല്ലുവാൻ തയ്യാറായാൽ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നിശ്ചയമായും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ നന്മകൾ നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ഒന്നാമത്, ദൈവം ആമേൻ സ്വർഗസ്ഥനായ പിതാവാണ് ഹല്ലേലൂയ പ്രാർത്ഥന സ്വീകരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്താണ് ഈ രീതി അവലംബിക്കുവാൻ പറഞ്ഞത്? ആമേൻ. സ്വർഗസ്ഥനായ പിതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് യേശു ആ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത് നാം തിരിച്ചറിയണം, ഹല്ലേലൂയ, ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്. അറിയണം. ഹല്ലേലൂയ. അതിനാൽ നമുക്ക് അവനുമായി ഒരു പിതാവ് പുത്രൻ അല്ലെങ്കിൽ പിതാവ് മകൻ മകൾ എന്നുള്ള ഒരു ബന്ധം നൽകിയിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് അപ്രകാരം ജീവിക്കുന്നവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരപ്പനും മക്കളും എന്ന പദവിയിലേക്ക്, ഹല്ലേലൂയ, അവൻ ഒരു പിതാവ് പുത്രനും എന്ന ലെവലിലേക്ക്, ഹല്ലേലൂയ, ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി, നിങ്ങൾക്കൊരു നല്ല പിതാവായിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ. അതെ, എത്ര സന്തോഷമായി അല്ലേ? ആമേൻ. അപ്പനില്ലാത്ത മക്കളുടെ ദുഃഖം, ഹല്ലേലൂയ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാൽ അപ്പനില്ലാതെ ജീവിക്കേണ്ട ഒരു നല്ലൊരു അപ്പൻ നമുക്കുണ്ട്. അവന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നല്ല അപ്പനുണ്ട്. അവന്റെ നാമത്തെ എന്ത് ചെയ്യണം? നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, പുത്രനിലൂടെ പിതാവായ ദൈവത്തെ അറിയുവാൻ കൃപ ലഭിച്ചവർ അവനെ സ്തുതിക്കണം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. അപ്പോ ആമേൻ, പിതാവായ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതല് അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ അതെ ആരാധിക്കുവാൻ കൃപ ലഭിച്ചവർ, പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചവർ, ശുശ്രൂഷിക്കുവാൻ കൃപ ലഭിച്ചവർ അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെങ്കിൽ സ്തുതിക്കാൻ മടി കാണിക്കരുത്, ആരാധിക്കാൻ മടി കാണിക്കരുത്. ഇന്ന് പകൽ സകല മഹത്വത്തിലും സകല പൂഴ്ചയ്ക്ക് സകല ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കിയിരുന്നത് ഇന്നലെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്, ഇന്നലെ നീ അപേക്ഷിച്ച വിഷയത്തിന് സ്വർഗ്ഗം മറുപടി നൽകി നിന്നെ മാനിച്ചെങ്കിൽ ഇന്ന് പകൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണവരാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്, സ്വർഗീയ പിതാവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രണ്ടാമത്, നിങ്ങൾക്ക് നല്ല ഒരു പിതാവ് ഉണ്ട്. ആമേൻ. ആ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തിയത് ആമേൻ തന്റെ പുത്രന്. അപ്പോ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം നൽകിയ അധികാരം തിരിച്ചറിഞ്ഞ് ആ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവത്തിന്റെ ആ മറുപടി പ്രാപിച്ചവർ അവർ സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ തയ്യാറാകണമെന്നുള്ള ദൈവത്തിന്റെ ആ ഇഷ്ടം തിരിച്ചറിയുന്നവർ എന്ന് പല മൗനമായിരിക്കാതെ അവനെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ, അവൻ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. സകല മഹത്വത്തിൽ സകല പൂഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവനെ സ്തുതിക്കുവാൻ, അവന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിലും അതിലെ ആമേൻ കാര്യങ്ങളിലും വാഴുവാൻ അവനോട് ആവശ്യപ്പെടുക. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അതിലെ കാര്യങ്ങളും, ഹല്ലേലൂയ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ വാഴുവാൻ അവനോട് നമ്മൾ പാടാറില്ലേ? യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
എന്നിൽ നീയല്ലോ. Praise the Lord. Hallelujah. Amen. നാലാമതായി നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ ഹിതം നിറവേറ്റുവാനായി എന്ത് ചെയ്യുക? Praise the Lord. Hallelujah. Amen. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ ഹിതം നിറവേറ്റുവാൻ അവനോട് ആവശ്യപ്പെടുക. ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവഹിതം നിറവേറാനായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. Hallelujah. അവന്റെ പൂർണ്ണമായ ഇച്ഛ മാത്രമാണ് യഥാർത്ഥ സംതൃപ്തി നൽകുന്നതെന്ന് ഓർക്കുക. Hallelujah. അഞ്ചാമത്, നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. Hallelujah. ഓരോ ദിവസവും ജീവിതത്തിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ അനവധി, ആമേൻ, നിരവധി വരുമ്പോൾ അത് ദൈവത്തോട് ദിവസവും എന്ത് ചെയ്യണം? അറിയിക്കണം. ആറാമതായി, ആമേൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളോട് ക്ഷമിക്കുവാൻ അവനോട് ആവശ്യപ്പെടുക. ഹല്ലേലൂയ. കാരണം ഞങ്ങൾ എല്ലാവരും തെറ്റുകാരാണ്. ദൈവം, ആമേൻ, ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ വീക്ഷിക്കുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്, ആമേൻ, ഇല്ലാത്തവരായി, ആമേൻ, അതെ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായി, അങ്ങനെ ആയിരിക്കുന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒറ്റയ്ക്ക് ഏറിയ സമയം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവനിലൂടെ അനേകര് സൗഖ്യമായത്. ആമേൻ, തിരക്കേറിയ ശുശ്രൂഷയിലും അവൻ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവനെ കുറിച്ചുള്ള ശ്രുതി പരന്നു. അങ്ങനെ അവന്റെ കൂടെ, ആമേൻ, ശിഷ്യന്മാര് അവൻ തെരഞ്ഞെടുത്തപ്പോൾ അവരെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിലൂടെ മാത്രമേ ഈ കാലഘട്ടങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ, ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. ഏഴാമത്തത്, നിങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതെന്ന് അവനോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ മൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് അനേകര് പ്രലോഭനത്തിൽ കുടുക്കി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഏഴാമത്ത്, ആമേൻ, അതെ, നിങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതെന്ന് അവനോട് അപേക്ഷിക്കുക. നിങ്ങളെ തിന്മയിൽ നിന്ന് വിടുവിക്കുവാൻ അവനോട് അപേക്ഷിക്കുക. കാരണം നമ്മുടെ വഴിക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന, ആമേൻ, അതെ, തിന്മ നമ്മുടെ വഴിക്ക്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ്. ആമേൻ, അതിൽ നിന്ന് വിടുവിക്കുവാൻ നാം, ആമേൻ, അവനോട് അപേക്ഷിക്കണം. അവനിൽ നിന്ന്, ആമേൻ, ആ കൃപ പ്രാപിച്ച് അങ്ങനെ തിന്മയിൽ അകപ്പെട്ടു പോകുന്ന അനേകരെ വിടുവിക്കുവാൻ പ്രാപ്തിയുള്ളവരായി ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുമെങ്കിൽ എന്നെയും നിങ്ങളെയും, ആമേൻ, ഉയരത്തിലെ കൃപയാൽ നിറച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട്, ആമേൻ, അതെ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് 7 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു. 7 പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യ. ആമേൻ, എൻ്റെ ഇളയ മോക്ക് 7 വയസ്സ് പൂർത്തിയായിരിക്കുകയാ. സ്വസ്ഥമായിരിക്കുന്ന, ആമേൻ, ഒരവസ്ഥ. ഹല്ലേലൂയ. 7, ആമേൻ, 7 ാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ പറഞ്ഞു കൊടുത്തത്. ഹല്ലേലൂയ. ആമേൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിന് മഹത്വം നൽകുക. ഹല്ലേലൂയ. ആമേൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയവർ അവന് മഹത്വം കൊടുക്കണം. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം ഇന്നലകളിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വിധങ്ങളെ ഓർത്ത് അവന് മഹത്വം കൊടുക്കുവാൻ കൂടി വന്ന് നാം ആരാധിക്കുമ്പോൾ, ആമേൻ, മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ, ആമേൻ, ഭയം കൂടാതെ പോകുവാനുള്ള ഉയരത്തിലെ വചനം, ആമേൻ, നമുക്ക് നൽകി ആ വചനം ഭക്ഷിച്ച് അത് ജയത്തോടെ പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം, ആമേൻ, നമുക്ക് അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ സ്നേഹം, ആമേൻ, അവന്റെ സ്നേഹം, ആമേൻ, അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം തയ്യാറാകും. ആമേൻ. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ നന്നായി അറിയുന്ന ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എല്ലാം നൽകുമെന്നാണോ? ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആമേൻ. പിതാവ്, ഹല്ലേലൂയ, അറിയുന്നല്ലോ എൻ്റെ നിങ്ങളുടെ കാര്യങ്ങള്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കാതെ തന്നെ എല്ലാം ദൈവം തരുമെന്നാരും ചിന്തിച്ചു പോകരുത്. ആമേൻ. 5-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 5:16 വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
ഹല്ലേലൂയ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണ്ടതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ഇതിന് മറുപടി വളരെ ലളിതമാണ്. ഹല്ലേലൂയ. നാം ചോദിക്കേണ്ടതുണ്ട്. കാരണം അവൻ അങ്ങനെ ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:7 ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: യാചിപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പി എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ലൂക്കോസ് 18:1 മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ആമേൻ അവൻ അവരോട് ഒരു ഉപമ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഈ ഉപമ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനാണ്. ആമേൻ. അതെ, സക്കറിയാവും എലിസബത്ത് മടുത്തു പോകാതെ നിരന്തരമായി പ്രാർത്ഥിച്ചതുകൊണ്ട് മച്ചിയായിരുന്ന എലിസബത്ത് യോഹന്നാനെ ഗർഭം ധരിച്ച് ആമേൻ അവനെ പ്രസവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്ന് പകലിനെ മടുപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അതിജീവിക്കുവാൻ വിശ്വസിക്കുന്നവരുടെ പകരപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ മടുപ്പ് മാറിപ്പോകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തന പകൽ വിശ്വസിക്കുന്ന അരപടിച്ച കർത്താവിന് പകർത്തം കൊടുത്തു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ആമേൻ ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിലല്ലാതെ മറ്റ് ആമേൻ ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. ഹല്ലേലൂയ. മറുപടി വരത്തില്ല. ഇന്ന് വരെയും നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിനക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവജനത്തിന് ദൈവവുമായി കൂട്ടായ്മ ഉണ്ടാകുവാനും അവന്റെ സന്തോഷം അനുഭവിക്കുവാനും ആവശ്യമുള്ളത് നേടാനുമുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. നിരവധി ആത്മീയ പാഠങ്ങൾ അതെ പഠിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. എല്ലാറ്റിനും അവർ ദൈവത്തെ ആശ്രയിക്കുന്നുവെന്നും അവർ അത് അംഗീകരിക്കുന്നുവെന്നും നിരന്തരം ഓർമ്മപ്പെടുത്തുവാനും കൂടിയാണ് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തന്റെ പുത്രനിലൂടെ യേശു കർത്താവ് ശിഷ്യന്മാരെ ആമേൻ ഓർപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അതെ, നാം ചോദിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ നമുക്ക് ആവശ്യം എന്തെന്നറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ കർത്താവ് ആമേൻ അതെ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ കർത്താവ് സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ആമേൻ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്ന് പകൽ നിന്നെ അലട്ടുന്ന എല്ലാ വിഷയത്തിനകത്തു നിന്നും എല്ലാ ഭയത്തിനകത്തു നിന്നും നിന്നെ വിടുവിക്കുവാൻ ശക്തരായവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി കർത്താവേ.
ഹല്ലേലൂയ. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ പലപ്പോഴും പ്രാർത്ഥിപ്പാൻ തയ്യാറാകാതെ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സ്വാർത്ഥത ഭൂമിയിൽ നിറവേറേണ്ടതിന് ഞങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉപവസിച്ചിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹല്ലേലൂയ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എന്നേക്കും അവിടുത്തെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണമേ. കർത്താവേ, ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സകല ഭയത്തെ പുറത്താക്കുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്താട്ട്, നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്വർഗ്ഗം അത്ഭുതങ്ങൾ ചെയ്യാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ആരാധിക്കാം. ആപത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വരങ്ങളെ ഞാൻ നിന്റെ പ്രാഗമെന്ന് പറഞ്ഞ കർത്താവ് എന്ന പകൽ നമ്മോട് കൂടെയുണ്ട്. അവൻ ഹൃദയം നിറഞ്ഞവർക്ക് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ അനുവദിച്ച ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ആ ദൈവവചനത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വരും ദിവസങ്ങളിൽ ഈ കർത്താവിനെ കൂടുതലായി രുചിച്ചറിയുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഷീജ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.
സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്താണ് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു. കർത്താവ് ഇത്രത്തോളം സമയം ഞങ്ങളുടെ പാതവീട്ടിലായപ്പോൾ കർത്താവ് പാടും പ്രാർത്ഥിപ്പ് ആരാധിപ്പ സങ്കീർത്തനങ്ങൾ വായ്പ എല്ലാം കർത്താവ് കൃപയിലോ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു ശക്തി ബലപ്പെടുത്തി അവിടുത്തെ കൃപയാണ് ഞങ്ങൾ നിൽക്കുന്നതിനായ നന്ദി. കർത്താവ് ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്തത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകുന്നില്ല നല്ല ആരാധനയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു. കർത്താവെ ആമേൻ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി ആരും ലഭിച്ചു പോയിട്ടില്ലല്ലോ. കർത്താവ് പ്രകാശരായി തന്നെ തിരുവൻ കർത്താവെ ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം കർത്താവിന് മുഖത്തേക്ക് നോക്കി കാഴ്ചയോടുകൾ വയ്ക്കുക. ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഉയർത്തി നിന്ന് ഞങ്ങളുടെ മേൽ പകരുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവായേ, മനസ്സാൽ ഉടയമാകോ നതപാരനെ വന്നേന നിനക്കാമേ, മനസ്സാൽ ഉടയമാകോ നതപാരനെ വന്നേന നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും വിശേഷാൽ ഇന്ന് പകൽ ഈ ഓൺലൈനിലൂടെ നമ്മോടൊപ്പം ആരാധനയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ കുടുംബങ്ങളോടും എല്ലാ വ്യക്തികളോടും കൂടെ കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്നുള്ള കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് 9 മണിക്ക് ആമേൻ ദൈവവചനവുമായി ഫേസ്ബുക്ക് ലൈവിൽ കടന്നു വരുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ആമേൻ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന പേരിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.